മുംബൈ ഉയർത്തിയ 205 റൺസ് പിന്തുടർന്ന ഡൽഹിക്ക് ആദ്യ പന്തിൽ തന്നെ ഫ്രേസർ മക്രിക്കിനെ നഷ്ടമാകുന്നു. പിന്നാലെ അധികം ആരവങ്ങളൊന്നുമില്ലാതെ ഒരാൾ ക്രീസിലേക്ക് ശാന്തനായി നടന്നെടുത്തു. ഫാഫ് ഡുപ്ലസിസിന് പരിക്കേറ്റതിനാൽ മാത്രമാണ് ഇമ്പാക്റ്റ് സബ്ബായി അയാൾക്ക് ടീമിൽ ഇടം ലഭിച്ചത്. 1000-ലേറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ IPL കളിക്കാനിറങ്ങുന്നത്. അയാൾക്ക് ഈ മത്സരം അതിനിർണായകമാണ്. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വീണുകിട്ടിയ അവസരം. ഈ മത്സരത്തിൽ തിളങ്ങാനായില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീടൊരു അവസരവും തന്നെ തേടിവരില്ല എന്ന് അയാൾക്കറിയാം. ഉള്ളിലേറുന്ന വികാര വിക്ഷോഭങ്ങളെ അയാൾ അടക്കിപ്പിടിച്ചു. ട്രെന്റ് ബോൾട്ട് എറിഞ്ഞ 2ാം ഓവറിൽ 3 ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് അയാൾ ചില സൂചനകൾ നൽകി. 3ഉം അതിമനോഹരമായ ഷോട്ടുകൾ. അതെ, കരുൺ ക്രീസിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിനിടയിലാണ് അയാൾക്ക് മുന്നിൽ യഥാർത്ഥ വെല്ലുവിളി എത്തുന്നത്. സാക്ഷാൽ ജസ്പ്രീത് ബുംറ പന്തെറിയാൻ വരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബുംറയുടെ പന്തുകളെ കൃത്യമായി അളന്ന് അയാൾ 2 ബൗണ്ടറികൾ പായിക്കുന്നു. ബുംറയെ ഇയാൾ ഒരു പുസ്തകം പോലെ വായിക്കുന്നു എന്നാണ് അന്നേരം കമന്ററി ബോക്സിൽ നിന്നും കേട്ടത്. പവർ പ്ലേയിലെ അവസാന ഓവറിൽ ബുംറയെ ഒരിക്കൽ കൂടി പാണ്ഡ്യ പന്തേൽപ്പിച്ചു. ബുംറയുടെ താരപകിട്ടിനെ ഡീപ് വാർഡ് സ്ക്വയറിലേക്ക് അതിമനോഹരമായ ഫ്ലിക്കിലൂടെ അയാൾ പറത്തിയിറക്കി. ജസ്പ്രീത് ബുംറയെ കരുൺ അനായാസം തൂക്കിയെടുക്കുന്നത് കണ്ട് മുംബൈ നിര ഒന്നടങ്കം ഞെട്ടിയെന്നതാണ് സത്യം. അതേ ഓവറിലെ 3ാം പന്തിൽ യോർക്കറിനായി ശ്രമിച്ച ബുംറയ്ക്ക് വീണ്ടും തെറ്റി. ലോ ഫുൾ ടോസായി വന്ന പന്തിനെ കരുൺ ബൗണ്ടറിലേക്ക് പറത്തിവിട്ടു. ബുംറ തന്റെ വജ്രായുധമായ സ്ലോ ബോളാണ് അടുത്തതായി പരീക്ഷിച്ചത്. പക്ഷേ കരുണിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. ആ പന്തിനെ അതിമനോഹരമായി ഗ്രൗണ്ടിലേക്ക് പറത്തിയിറക്കി. ഓവറിലെ അവസാന പന്തിൽ ടൈമിംഗ് തെറ്റിയ ഷോട്ടിൽ ഒരു ഡബിൾ കൂടി ഓടിയെടുത്ത് 22 പന്തിൽ കരുൺ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. ജസ്പ്രീത് ബുംറ ഒരു ഓവറിൽ 2 സിക്സറുകൾ കൺസീഡ് ചെയ്യുന്നത് 2021 ശേഷം ഇതാദ്യമാണ്. ബോളർമാരുടെ ശവപ്പറമ്പായ IPL പിച്ചുകളിലും മോൺസ്റ്ററായി ബാറ്റർമാരുടെ ഉറക്കം കെടുത്തുന്ന ബുംറയെ കരുൺ കൊല ചെയ്തിരിക്കുന്നു. ബുംറയുടെ ആദ്യ 2 ഓവറുകളിൽ മാത്രം 29 റൺസാണ് പിറന്നത്. അഥവാ കരുൺ ബുംറയെ നേരിട്ട് 9 പന്തുകളിൽ നിന്നും നേടിയത് 26 റൺസ്. പവർ പ്ലേക്ക് ശേഷം ടൈം ഔട്ടിനായി നിൽക്കുമ്പോൾ ജസ്പ്രീത് ബുംറ നിലവിട്ട് കരുൺ നായരോട് ദേഷ്യപ്പെടുന്നതും നാം കണ്ടു. റണ്ണിനായി ഓടവെ ചെറുതായി കൂട്ടിയിടിച്ചതിന് കരുൺ ക്ഷമ ചോദിച്ചെങ്കിലും ബുംറ അടങ്ങിയില്ല. കരുൺ തന്നെ നേരിട്ട രീതിയിൽ ബുംറയ്ക്ക് അമർഷമുണ്ടായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റമായിരുന്നു അത്. ബുംറ കൂടി തല്ലുവാങ്ങിയതോടെ കരുണിനെ പൂട്ടാൻ ഇനി ആരെ ഇറക്കുമെന്ന് മുംബൈ ഭയന്നു. പിന്നീടെറിഞ്ഞ പാണ്ഡ്യയും കരൺ ശർമ്മയുമെല്ലാം ആ ബാറ്റിന്റെ ചൂടറിഞ്ഞു. ആരാണ് താനെന്നും എന്താണ് തന്റെ എക്സ്പീരിയൻസ് എന്നും കരുൺ IPL വേദികളോട് വിളിച്ചു പറയുകയായിരുന്നു. അവഗണനകളുടെ മുറിവേറ്റവന്റെ ഗർജനം. ഒടുവിൽ സ്വപ്നസമാനമായ സെഞ്ചുറിയിലേക്ക് എന്ന് തോന്നിക്കവേ 89 റൺസിൽ വെച്ച് കരുൺ വീണു. മിച്ചൽ സാന്നറുടെ അതിഗംഭീരമായ ഒരു പന്തിൽ ക്ലീൻ ബൗൾഡായി മടക്കം. അന്നത്തെ ദിവസം അയാളെ പുറത്താക്കാൻ അതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറിയായ പന്ത് തന്നെ വേണമായിരുന്നു. ഇളകിമറിഞ്ഞ ഡൽഹി ഗാലറി സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയാണ് കരുണിനെ വരവേറ്റത്. കാത്തിരിപ്പിനടുവിൽ തനിക്ക് വീണുകിട്ടിയ അവസരം ഒരാൾ ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ്? കരുൺ നായരുടെ പെർഫോമൻസിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ആഭ്യന്തര ക്രിക്കറ്റിലെ അയാളുടെ സ്റ്റാറ്റ്സുകൾ അതിന് സാക്ഷിയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ അയാൾ 5 സെഞ്ചുറി അടക്കം അടിച്ചുകൂട്ടിയത് 779 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 124. തൊട്ടു പിന്നാലെ വിദർഭ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാകുമ്പോൾ 863 റൺസുമായി അവിടെയും തലയുയർത്തി നിന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 177 സ്ട്രൈക്ക് റേറ്റിൽ 255 റൺസും നേടി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തിയ മഹാരാജ ട്രോഫിയിൽ 560 റൺസുമായി ടോപ്പ് സ്കോറർമാരിൽ 2ാമതുമെത്തി. അഥവാ ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും അയാൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം തന്നെ ചെയ്യുന്നു. ആഭ്യന്തര ക്രിക്കറ്റാണ് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ മാനദണ്ഡമെങ്കിൽ അയാളെ എന്നോ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അതുണ്ടായിട്ടില്ല. കരിയറിലെ പീക്ക് ഫോമിലായിട്ടും IPL ലേലറ്റ് ടേബിളിലും അയാൾക്കായി കാര്യമായി ആരും രംഗത്തെത്തിയില്ല. ഒടുവിൽ വെറും 50 ലക്ഷം നൽകിയാണ് ഡൽഹി കരുണിനെ വാങ്ങിയത്. എന്നിട്ടും അവസരം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു. ഡുപ്ലസിസിന് പരിക്ക് പറ്റുമ്പോൾ സമീർ റിസ്വിയെയാണ് ഡൽഹി സീസണിൽ കളിപ്പിച്ചിരുന്നത്. ഒടുവിൽ അയാൾക്ക് മുന്നിൽ ഒരു അവസരം തുറന്നു. അത് അയാൾ മനോഹരമാക്കുകയും ചെയ്തു. അയാളുടെ കരിയർ എന്നും അങ്ങനെയാണ്. 2016 തന്നെ കരുൺ ഇന്ത്യക്കായി വെള്ളക്കുപ്പായം അണിഞ്ഞിരുന്നു. താൻ കളിച്ച 3ാം ടെസ്റ്റിൽ തന്നെ കരുൺ തന്റെ പ്രതിഭ എന്താണെന്ന് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ചെന്നൈ സ്റ്റേഡിയത്തിൽ വെച്ച് ഇംഗ്ലീഷ് ബോളർമാരുടെ ക്ഷമയെ പരീക്ഷിച്ചൊരു ഇന്നിംഗ്സ്. ഒടുവിൽ കൂറ്റൻ സ്കോറിൽ നിൽക്കെ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുമ്പോൾ 5ാമനായി ഇറങ്ങിയ കരുൺ 303 റൺസുമായി പുറത്താകാതെ നിന്നു. ഒരു നൂറ്റാണ്ടിനടുത്ത് ചരിത്രമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ വീരേന്ദ്ര സെവാഗ് മാത്രം തൊട്ട ട്രിപ്പിൾ സെഞ്ചുറി എന്ന കൊടിമുടിയെ മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി പുൽകിയ നിമിഷം. കരുണിന്റെ കരിയറിനെ എന്നേക്കുമായി മാറ്റാൻ പ്രാപ്തിയുള്ള ഇന്നിംഗ്സ് ആയിരുന്നു അത്. തൊട്ടു പിന്നാലെ ഓസീസുമായുള്ള പരമ്പരയ്ക്ക് കൂടി കരുണിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തി. പക്ഷേ കരുൺ അവിടെ നിരാശപ്പെടുത്തി. കരുണിനെ സംരക്ഷിക്കാനോ കരുണിനു വേണ്ടി വാദിക്കാനോ ആരുമുണ്ടായില്ല. പിന്നീട് ഒരിക്കലും, കൃത്യമായി പറഞ്ഞാൽ 2017 മാർച്ച് 25 ശേഷം കരുൺ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞില്ല. 2018 ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്നുവെങ്കിലും ഒരു മത്സരത്തിലും കരുണിനെ കളത്തിലിറക്കിയില്ല. ഹനുമാ വിഹാരിക്ക് കരുൺ നായർക്കു മുകളിൽ ചാൻസ് നൽകിയത് സുനിൽ ഗവാസ്കർ അടക്കമുള്ളവരെ ചൊടിപ്പിച്ചിരുന്നു. ആർക്കും പ്രിയപ്പെട്ടവനല്ലാത്തതിനാലാകാം കരുണിനെ ഇറക്കാത്തതെന്നാണ് സുനിൽ ഗവാസ്കർ അന്ന് പറഞ്ഞത്.
വെറും 6 മത്സരങ്ങളിൽ മാത്രം കളത്തിലിറങ്ങിയ കരുൺ ദേശീയ ടീമിന്റെ ഓരങ്ങളിൽ പോലുമില്ലാതെ മാഞ്ഞുപോയി.